എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ആദ്യമേ തന്നെ പറയാം, വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും നമ്മുടെ റസ്മിൻ ബായ് ഇല്ലേ, റസ്മിൻ ബായ് പറഞ്ഞൊരു സാധനം എൻ്റെ ശ്രദ്ധയിൽ ചെറുതായിട്ടൊന്ന് പെട്ടു. അതുമായിട്ട് വെച്ച് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. വലിയ കഥയൊന്നുമല്ല, താല്പര്യമില്ലാത്തവരൊക്കെ ഇപ്പോഴേ സ്കിപ്പ് ചെയ്ത് പോക്കോ, ചുമ്മാ ഒരു കണ്ടന്റ് കേട്ടോ. അപ്പോൾ റസ്മിൻ പറഞ്ഞ സാധനം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. ഒരു പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടെ റസ്മിൻ ഇങ്ങനെ ഒരു പ്രൊമോഷൻ ഉണ്ട്, 2000 രൂപയ്ക്ക് ഒക്കെയാണോ? ഓ, അതൊക്കെ കേൾക്കുമ്പോ അതൊക്കെ കേൾക്കുമ്പോ എന്താ അല്ല, അതൊക്കെ 2000 രൂപ അത്രയ്ക്ക് മോശമാണോ? തീർച്ചയായും റസ്മിൻ എത്ര രൂപയ്ക്ക് വർക്ക് ചെയ്യണമെന്നുള്ളത് റസ്മിന് തീരുമാനിക്കാം. അത് റസ്മിന്റെ ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ റസ്മിന്റെ ഡിസ്ക്രിമിനേഷൻ പവർ ആണ് എത്ര രൂപയ്ക്ക് വർക്ക് ചെയ്യണമെന്നുള്ളത്. പക്ഷെ അതിനിങ്ങനെ അയ്യോ 2000 രൂപ എന്നൊക്കെ പറയുമ്പോൾ, അതായത് ഇപ്പോൾ ഒരാൾ താങ്കളോട് 2000 രൂപയ്ക്ക് വർക്ക് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുമ്പോഴത്തേന് താങ്കൾക്ക് ഒന്നെങ്കിൽ ചെയ്ത് തരാം എന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ ഈ റേറ്റിന് വർക്ക് ചെയ്യില്ല എന്ന് പറയാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഹയർ റേറ്റിനാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം, അല്ലെങ്കിൽ ഈ റേറ്റ് എന്നെ കൊണ്ട് പറ്റത്തില്ല, അങ്ങനെ എന്ത് ഉത്തരവ് നിങ്ങൾക്ക് പറയാം. അതിന് പകരം അതൊക്കെ കേൾക്കുമ്പോഴാണ് എൻ്റെ മൂല്യം അറിയില്ലേ, ലക്ഷങ്ങളുടെ മൂല്യമുള്ള എനിക്ക് 2000 രൂപ പറഞ്ഞേക്കുന്നു. ഇയാൾ ഈ 2000 രൂപ ചോദിക്കാനുള്ള പല കാരണങ്ങളുണ്ടാവും. നിങ്ങൾ ബിഗ് ബോസിൽ നിന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്താൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം. അത്രയും ഇഷ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത ഒരാളല്ലേ, നമ്മളൊന്ന് ചോദിച്ചു നോക്കാം. ചിലപ്പോൾ ഇൻ കേസ് നമ്മൾ അത്ര സപ്പോർട്ട് ചെയ്തല്ലേ ചെയ്താലോ എന്ന് ചിന്തിച്ചിട്ട് ചോദിച്ചതാവാം, അല്ലെങ്കിൽ നിങ്ങളെ കുടുംബത്തിൽ ഒരാളെ പോലെ കണ്ടപ്പോൾ ചോദിച്ചതാവാം. അതിനിങ്ങനെ സംസാരിക്കുന്നതിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, നമുക്ക് ബാക്കിയേക്കാം. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരാളെനിക്ക് മെസ്സേജ് അയച്ചേക്കാം 2000 രൂപയ്ക്ക് ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു ബ്രോ 2K എഴുതി. അപ്പൊ ഞാൻ ചോദിച്ചു ബ്രോ 2K ആണോ അതോ 20K ആണോ? ഇല്ല 2K ആണ്. ഞാൻ പറഞ്ഞു ഇങ്ങനൊന്നും ചോദിക്കല്ലേ കേട്ടോ എന്ന് പറഞ്ഞത്. എന്താ അങ്ങനെ ചോദിച്ചാ എന്താ? അയാളുടെ റേറ്റ് പറയുന്നു. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക, നിങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾ എടുക്കണ്ട. കുറച്ച് നാളുകൾക്ക് മുമ്പേ കനാൽ ബോയ്സ് എന്ന് പറയുന്നൊരു ടീം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്ന സമയത്ത് അവർ 500 രൂപയ്ക്കും 1000 രൂപയ്ക്കും 2000 രൂപയ്ക്കും വർക്ക് എടുത്തിട്ടുണ്ട്. അവരുടെ റീച്ച് വെച്ചിട്ട് അവർ 30,000 രൂപ 35,000 രൂപ 40,000 രൂപ പറഞ്ഞാലും ആൾക്കാരത് ആ ഒരു എമൗണ്ട് കൊടുക്കും. ഒരു ബർത്ത്ഡേ വിഷും കാര്യങ്ങളൊക്കെ എടുക്കാൻ തയ്യാറാവും. ആ സമയത്ത് അവർ ഫിക്സ് ചെയ്യുന്നതാണ് അവരുടെ റേറ്റ്, നിങ്ങൾ ഫിക്സ് ചെയ്യുന്നതാണ് നിങ്ങളുടെ റേറ്റ്. അതിന് ഒരിക്കലും ഞാൻ തെറ്റ് പറയുന്നില്ല. പക്ഷേ ഒരുത്തൻ നിങ്ങൾ ഒരു റേറ്റിന് അപ്രോച്ച് ചെയ്യുമ്പോൾ, മാന്യമായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ഒരു റേറ്റിന് കിട്ടും, അല്ലെങ്കിൽ എൻ്റെ ബഡ്ജറ്റ് ഇത്രേ ഉള്ളൂ, എൻ്റെ ഒരു പുതിയ സംരംഭമാണ്, എൻ്റെ പൈസ ഇല്ല, ഇതിന് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴത്തേനും അത് പറ്റും അല്ലെങ്കിൽ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഈ റേറ്റിന് ചെയ്യുന്നില്ല എന്നൊക്കെ പറയാം. ഞാൻ നിങ്ങളെ വേറൊരാൾ ചെയ്തത് കാണിച്ചു തരാം കേട്ടോ. അല്ല അവർക്ക് ബോധമില്ലാത്ത ആൾക്കാരായിരിക്കും. ആക്കിയിട്ടല്ല, അവർക്ക് ബോധമില്ലാത്ത ആൾക്കാരായിരിക്കും. എന്നെ പോലൊരു സൂപ്പർ സ്റ്റാർ 2000 രൂപയ്ക്ക് ചെയ്തില്ലെന്നവർക്ക് അറിയത്തില്ലേ? എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ മിനിമം ഒരു 20,000 രൂപയിൽ ചോദിക്കണ്ടേ? അതാണ് പുള്ളിക്കാരുടെ ഒരു സ്റ്റൈല്. ഈ ചോദിച്ച ആൾക്ക് ബോധമില്ലെന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളോട് ഈ ചോദിച്ച ആള്, നിങ്ങൾ ബിഗ് ബോസ് ഇരുന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഭയങ്കരമായിട്ട് വോട്ട് ചെയ്യുകയും ഇയാളുടെ കൂട്ടുകാരനെ നാട്ടുകാരനെ ഇവരെയും കൊണ്ടെല്ലാം വോട്ട് ചെയ്യിപ്പിച്ച ഒരാളായിരുന്നുവെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് അയാൾ കേൾക്കുമ്പോൾ അയാൾക്കത് എങ്ങനെ ഫീൽ ഉണ്ടാവും? നിങ്ങൾക്ക് 2000, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കണമെങ്കിൽ 2000 രൂപ ചോദിച്ചു, ഞാനിപ്പോൾ ആ റേറ്റിനൊന്നും ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാം. അതിന് പകരം അതൊക്കെ കേൾക്കുമ്പോഴെനിക്കങ്ങ് എൻ്റെ മാർക്കറ്റ് വാല്യൂ എന്താകും? ഇതിന് മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരാൾ ചെയ്തൊരു പ്രൊമോഷൻ ഞാൻ കാണിച്ചു തരട്ടെ. ഇത് ബാക്കിയോടെ കേക്ക്. പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എനിക്കറിയില്ല. ഇതിന് താഴെ വന്നിട്ടുള്ള കുറച്ച് കമന്റുകൾ ഞാനൊന്ന് വായിക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ബിഗ് ബോസിൽ വോട്ട് ചെയ്ത് നിങ്ങൾ കാശ് കൊടുത്തിട്ടാണോ? ഇഷ്ടം കൊണ്ട് വിളിക്കുമ്പോൾ ഒന്നും നോക്കാതെ പോകാൻ കഴിയണമെന്ന് ഞാൻ പറയത്തില്ല. അത് പോകണോ വേണ്ടെന്നൊക്കെ അവരുടെ താല്പര്യമാണ്. പക്ഷേ ആ ചോദിച്ച ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്നത് ശരിയായിട്ടില്ല. ഇപ്പൊ അയാൾ ഒരുപക്ഷെ തന്റെ ഫ്രണ്ട്സിനോടെല്ലാം റസ്മിൻ ഇപ്പൊ എനിക്ക് വേണ്ടി ചെയ്യും, അല്ലെങ്കിൽ റസ്മിന് വേണ്ടി ഞാൻ വോട്ട് പിടിച്ചാന്നൊക്കെ ഉള്ള ഒരാളായിരുന്നുവെങ്കിൽ, എനിക്കറിയില്ല അങ്ങനെ ആണോ എന്നുള്ളത്. നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ ചെയ്താണെങ്കിൽ തീർച്ചയായിട്ടും അത് കറക്റ്റ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷേ ഇവർ തന്നെ പറയുന്നവരെ ഇൻസൾട്ട് ചെയ്യാൻ ചെയ്തതല്ലെന്ന്. സോ ഈ ഗാലറി മൊത്തം ഇവർക്കെതിരാണ്. രണ്ടാമത്തെ ഒരു കമന്റ്, ശരിയാ അവർക്ക് ബോധമില്ലാത്തത് കൊണ്ടാണ് നിനക്ക് മെസ്സേജ് അയക്കുന്നത്, ഉണ്ടെങ്കിൽ നിനക്ക് ആരെങ്കിലും അയക്കുമോ എന്നൊരു കമന്റ്. അടുത്ത കമന്റ്, ബോധമുള്ള ആൾക്കാരാണ്, ഫ്രീ ആയിട്ട് പോലും ഇവളെ ഒന്നും ആരും വിളിക്കൂല എന്ന് പറയുന്നു. അതായത് പുള്ളിക്കാരി 20,000 രൂപയ്ക്കെങ്കിലും ഞാൻ ചെയ്യണം എന്ന് പറയുമ്പോഴത്തേനും കമന്റ് ബോക്സിൽ കൂടുതൽ ആളുകൾ നിന്നെ ഫ്രീ ആയിട്ട് പോലും വിളിക്കൂലെന്നാണ് പറയുന്നത്. നീ ശരിയാണ്, നീ പറഞ്ഞത് അവർക്ക് ബോധമുണ്ടെങ്കിൽ നിന്നെ വിളിക്കുമോ എന്ന് ചോദിച്ചിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കമന്റ് ബോക്സ് ഗാലറി മൊത്തം പുള്ളിക്കാരിക്കെതിരെയാണ്. ഇതിനകത്ത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അവരുടെ റേറ്റ് അവർക്ക് ഡിസൈഡ് ചെയ്യാം. തീർച്ചയായിട്ടും അവർക്ക് ഡിസൈഡ് ചെയ്യാം. ഞാൻ ഏത് റേറ്റിന് പോകണം എന്നുള്ളത് അവർക്ക് ഡിസൈഡ് ചെയ്യുമ്പോഴത്തേനും നിങ്ങളെ ഒരാൾ മാന്യമായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അയാളുടെ നിവൃത്തികേട് കൊണ്ട് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്കത് അവരെ ഇൻസൾട്ട് ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. നമ്മളിപ്പോൾ നോക്കുമ്പോഴത്തേനും ഒരു പടം ഉണ്ടായിരുന്നല്ലോ, ജേക്കബിന്റെ സ്വർഗരാജ്യം. അതിനകത്ത് നെവിൻ പോളി പോയി നമ്മുടെ വിനീത് ശ്രീനിവാസനെ കണ്ടിട്ട്
എനിക്കൊരു പ്രത്യേകത ഉണ്ട്. എൻ്റെ ലഞ്ചിൻ്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ബിസിനസ് ഒരു കോൺഫിഡൻസിൽ തുടങ്ങുന്നത്. അതേപോലെ ഒന്നെങ്കിൽ നിങ്ങളായിട്ട് കണ്ടിട്ടുള്ള ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ട് എനിക്കൊരു നല്ല കാലം വരുമെന്ന് ചിന്തിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ നിവൃത്തികേട് കൊണ്ടൊക്കെ ആയിരിക്കാം അയാൾ വന്ന് നിങ്ങളോട് ചോദിച്ചത്. ഇനി ഞാൻ മറ്റൊരാൾ, അതായത് ഇപ്പോൾ റസ്മിൻ ഭായ് എങ്ങനെയാണ് ഹിറ്റ് ആയത്? ബിഗ് ബോസിൽ പല ആളുകളും വോട്ട് ചെയ്ത് ആ വോട്ടിലൂടെ കയറി വന്ന ഒരാളാണ് റസ്മിൻ ഭായ്. റസ്മിൻ ഭായ് ബിഗ് ബോസിൽ ഉള്ള ഒരാളായിട്ട് ബിഗ് ബോസിൽ കൂടെ വന്ന ഫെയിമാണ്. അവരാണ് പറഞ്ഞത് 2000 രൂപയ്ക്ക് ചെയ്യില്ല. അഖിൽ മാരാർ, നിങ്ങൾക്ക് എത്ര പേർക്ക് അഖിൽ മാരാരെ അറിയാം? പുള്ളിക്കാരൻ്റെ അത്രയും എന്തെങ്കിലും ഫെയിം റസ്മിൻ ഭായ് കൊണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അത്ര സ്കില്ല് കൊണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ പറയുന്ന അഖിൽ മാരാർ ചെയ്തൊരു പ്രൊമോഷൻ ഞാൻ കാണിച്ചു തരാം. അഖിൽ മാരാർ തന്നെ പറഞ്ഞു ഞാനൊരു സ്റ്റോറി ഇടാൻ വരെ 1.5 ലക്ഷം രൂപ മേടിക്കുന്നതാണെന്ന് അഖിൽ മാരാർ പലയിടത്തായിട്ട് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. ആ അഖിൽ മാരാർ ചെയ്തൊരു പ്രൊമോഷൻ ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞ നമ്മുടെ പഴയ പുളിമുട്ട് പഴയ ട്രിവാൻഡ്രത്തൊക്കെ പോകുമ്പോ ഇവിടെ നിർത്തി നൊങ്ക് പായസം കഴിക്കും. അപ്പൊ ഈ നൊങ്ക് പായസം കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് പറയുക പരസ്യം ചെയ്തതാണ്. പരസ്യത്തിന്റെ ചാർജ് തരത്തില്ലേ? ആ അപ്പൊ ഞാനൊരു പെയ്ഡ് പ്രൊമോഷനാണേ. അതൊരു പെയ്ഡ് പ്രൊമോഷനാണ്. പുള്ളിക്കാരൻ അവിടെ അപ്രോച്ച് ചെയ്യുന്ന കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരന് വളരെയധികം അടുത്ത ബന്ധമുള്ളൊരു കടയാണിത്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പുള്ളിക്കാരൻ ഈ അടുത്ത ബന്ധമുള്ള സകലമാന കടകളിലും കയറി ചെയ്യുന്നുണ്ടോ? ഇയാൾ പണ്ട് ജ്യൂസ് അടിക്കാൻ നിന്നിട്ടുണ്ട്, ജ്യൂസ് അടിച്ചു കൊടുക്കാൻ നിന്നിട്ടുണ്ട്. ആ കടയ്ക്ക് ഇങ്ങനെ ഫ്രീ പ്രൊമോഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? സോ ഇയാൾ ചെയ്യും എന്നുള്ള ഉറപ്പില്ല, അല്ലെങ്കിൽ ഇയാളോടുള്ള സ്നേഹത്തിലായിരിക്കണം ആ കടക്കാരൻ ഒരു പെയ്ഡ് പ്രൊമോഷൻ ചോദിച്ചത്. എത്ര രൂപയ്ക്കാണ് പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ളത് നോക്കുകയാണ്. ഇതൊരു കുറെ മാസങ്ങൾക്ക് മുമ്പ് വന്ന വീഡിയോ കേട്ടോ. പെയ്ഡ് പ്രൊമോഷൻ എത്ര രൂപ ഇരിക്കും? എത്ര തരുമെന്ന് പറ. ഒരു 10 രൂപ, 100 രൂപ, 200 രൂപ, 500 രൂപ, 500 രൂപയ്ക്ക് ഉറപ്പിക്കാം. 500 രൂപയ്ക്ക് ഉറപ്പിച്ചിട്ടുണ്ട്. 500 രൂപയ്ക്ക് ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്. 500 രൂപയ്ക്ക് അഖിൽമാരാർ ചെയ്ത പ്രൊമോഷനാണ് നിങ്ങൾ കാണുന്നത്. അത് ആ കടയിൽ പറയുന്നുണ്ട് 500 രൂപ കൈ പിടിച്ചിട്ട് പുള്ളി എന്നെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. 500 രൂപയ്ക്ക് പുള്ളിക്കാരൻ ആ കടയ്ക്ക് മേടിച്ചു കൊടുത്ത റീച്ച് ചില്ലറൊന്നുമല്ല. ഈ റസ്മിൻ ഭായ്ക്ക് 2000 എന്ന് പറയുമ്പോൾ അയ്യേ ചുജൂബി 2000 രൂപ ആയിരിക്കാം. പക്ഷെ അത് ചോദിച്ച ഒരാൾക്ക് ഒരു പക്ഷേ ആ 2000 അത്ര ചെറിയൊരു എമൗണ്ട് ആയിരിക്കില്ല. ഇതിപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും ഈ കോണ സംസാരം സംസാരിക്കാനാണോ നീ വന്നത്? ഇത് എനിക്ക് കേട്ടിട്ട് വലിയൊരു സംഭവമായിട്ട് തോന്നി. എനിക്ക് 2000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ 2000 രൂപയ്ക്ക് ഒരാളൊരു ദാനം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ പറ്റുമെന്ന് പറയാം, ഇല്ലെങ്കിൽ ആ റേറ്റിന് പറ്റില്ല എന്ന് പറയാം. അതിന് പകരം ഇതൊക്കെ എന്നോടൊക്കെ 2000 രൂപ എന്ന് പറയുന്ന കേൾക്കുമ്പോഴാണ് ഞാൻ കോടികളുടെ മെത്ത വിരിച്ച് കിടക്കുന്ന ആളല്ലേ ഞാൻ എന്ന സെറ്റപ്പിലാണ് പുള്ളിക്കാർ സംസാരിച്ചത്. അതിനകത്ത് കമന്റ് ബോക്സ് മൊത്തം പുള്ളിക്കാർക്ക് എതിരാണ്. നിങ്ങൾ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് വരുന്ന ആളുകൾ, ബേസിക്കലി സാധാരണക്കാരിൽ നിന്ന് സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഈ 2000 രൂപ എടുക്കാൻ കഷ്ടപ്പെട്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നിരുന്നു. അതൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കുക, മറ്റൊരാളെ പുച്ഛിക്കാതിരിക്കുക. ഇന്ന് പല ആൾക്കാരും കാണുന്നതും സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള സപ്പോർട്ടിലാണ് നിങ്ങൾ നിലനിൽക്കുന്നതെന്നുള്ള കാര്യം ഓർക്കുക. ഈ നിങ്ങൾ പറയുന്ന 2000 രൂപയും 100 രൂപയും 500 രൂപയൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഇന്നും ഈ സമൂഹത്തിലുണ്ട്. അപ്പം നിങ്ങൾ ഇതിനെ ഇങ്ങനെ എൻ്റെ കയ്യിൽ കുറേ പൈസ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഈ മൂല്യം ഉണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് കാണാതിരിക്കുക, മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ റേറ്റ് തീരുമാനിക്കൂ. നിങ്ങൾ 20,000-നോ 10 ലക്ഷത്തിനോ 50 ലക്ഷത്തിനോ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യും, യാതൊരു പ്രശ്നമില്ല ഇവിടെ. പക്ഷെ അത് ആ ഒരു രേഖയ്ക്ക് താഴെ നിൽക്കുന്നവനെ 2000 രൂപ ഇത് പാടുന്നു എന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക. അതിനോടുള്ള എൻ്റെ എതിർപ്പാണ് ഈ വീഡിയോ. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഞാൻ ഈ പറഞ്ഞതിനോട് എതിർപ്പുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്തായാലും എൻ്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്തും. മറ്റു വീട്ടാണ്. ബൈ.